ഗുഡ് ആൻഡ് ടാക്ക്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രറ്റേരിട്ടം എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. പ്രറ്റേരിട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാസ്റ്റ് പറയാനുള്ള ഒരു മെത്തേഡാണ്. പാസ്റ്റ് പറയാൻ നമുക്ക് 3 മെത്തേഡാണുള്ളത്. ഒന്ന് പ്രറ്റേരിട്ടം, ഒന്ന് പെർഫെക്റ്റ്, പിന്നെ പ്ലുസ്കോം പെർഫെക്റ്റ്. ഇതിൽ പെർഫെക്റ്റ് നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ചു. ഇപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് പ്രറ്റേരിട്ടം. പ്രറ്റേരിട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഡിസ്ക്രൈബ്സ് ആൻ ആക്ഷൻ കംപ്ലീറ്റഡ് ഇൻ ദ പാസ്റ്റ്. അതായത് പാസ്റ്റിൽ നടന്ന ഒരു സംഭവത്തെ ഡിസ്ക്രൈബ് ചെയ്യാനാണ് പ്രറ്റേരിട്ടം എന്ന മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഇത് സിമ്പിൾ പാസ്റ്റ് സെൻറ്റൻസ് ആണ് ഈ പ്രറ്റേരിട്ടം എന്ന മെത്തേഡിൽ യൂസ് ചെയ്യുന്നത് നമ്മൾ. അപ്പോൾ പ്രറ്റേരിട്ടം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പാസ്റ്റ് പറയാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന വേർബ്സ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈൻ, ഹാബൻ, വേർഡൻ, ക്യൊന്നൻ ആണ്. അതായത് സൈൻ എന്ന് വെച്ചാൽ ഈസ്, ആം, ആർ, ഹാബൻ എന്ന് പറഞ്ഞാൽ ഹാവ്, വേർഡൻ ടു ബിക്കം, ക്യൊന്നൻ ക്യാൻ. അപ്പോൾ ഈ വേർബ്സിൻ്റെ പ്രറ്റേരിട്ടം വന്ന് ഹാബൻ ഹാറ്റനായി മാറും, സൈൻ വാറനായി മാറും, വേർഡൻ വൂഡനായി മാറും, ക്യൊന്നൻ കൊണ്ടനായി മാറും. അപ്പോൾ ഇതിൻ്റെ കോൺജുഗേഷൻ, ഹൗ ടു ഫോം ദീസ് വേർബ്സ്, ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇനി നമുക്ക് റെഗുലർ വേർബ്സ് ഉണ്ട്, ഇറെഗുലർ വേർബ്സ് ഉണ്ട്. അതിൽ റെഗുലർ വേർബ്സ് എങ്ങനെ കോൺജുഗേറ്റ് ചെയ്യപ്പെടുന്നു എന്നാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ്, ലേണൻ എന്നത് ഒരു റെഗുലർ വേർബാണ്. അത് ലേണൻ പ്രറ്റേരിട്ടത്തിലേക്ക് മാറിയപ്പോൾ ലേൺടെൻ ആയി മാറി. അതിൻ്റെ കോൺജുഗേഷൻ വന്ന് ഇഷ് ലേൺടെ, ഡു ലേൺടെസ്റ്റ്, എർസിയസ് ലേൺടെ, വിയർ ലേൺടെൻ, ഇയർ ലേൺടെറ്റ്, സിസി ലേൺടെൻ. ഇങ്ങനെയാണ് റെഗുലർ ഫോമിലൊക്കെ വരുന്നത്. അപ്പോൾ ഇവിടെ ഇഷ് വന്നപ്പോൾ ലേൺടെ ആയി മാറി, എൻ റിമൂവ് ആയി. ഡു വന്നപ്പോൾ എസ് ടി ഫോം തന്നെ ലാസ്റ്റിൽ. അതായത് എർസിയസ് ഫോമിൽ വരുമ്പോൾ ഇതേ ഇഷിൽ വന്ന അതേ ഫോം തന്നെയാണ് ലേൺഡ് ഈ എർസിയസ് ഫോമിലും വരുന്നത്. വിയർ വന്നപ്പോൾ ഒരു കംപ്ലീറ്റ് ഫോമാണ്, അതായത് ഈ പ്രറ്റേരിട്ടത്തിൻ്റെ കംപ്ലീറ്റ് ഫോമാണ് വിയറിൽ വരുന്നത്. ഇയർ ലേൺടെറ്റ്, ഇ ടി എക്സ്ട്രാ വന്നു. സിസിയും ലേൺടെൻ കംപ്ലീറ്റ് ഫോമാണ് വരുന്നത്. ഇനി ഇറെഗുലർ വേർബ്സിൽ ഇപ്പോൾ ഗെയിൻ എന്ന് പറഞ്ഞൊരു വേർബ് ഇറെഗുലർ ആണ്. അപ്പോൾ അതിൻ്റെ പ്രറ്റേരിട്ടം വന്ന് ഗിങ്ങൻ എന്നാണ്, ഗിങ്ങൻ. അപ്പോൾ ഇത് കോൺജുഗേറ്റ് ചെയ്യപ്പെടുമ്പോൾ ഇഷ് ഗിങ് ആയി മാറും, അതായത് ഇ എൻ റിമൂവ് ആയി കളയും. ഡു ഗിങ്സ്റ്റ് ആയി മാറും, ഒരു എക്സ്ട്രാ എസ് ടി കയറി വന്നു. പിന്നെ എർസിയസ് ഫോമിൽ വരുമ്പോൾ ഇതേ ഇഷ് ഫോമിലെ അത് തന്നെ ഗിങ് ആയി മാറി. വിയർ കംപ്ലീറ്റ് ഫോം ആയി മാറി. ഇയർ ഗിങ്റ്റ്, ഒരു ടി എക്സ്ട്രാ വന്നു. സിസി ഗിങ്ങനായി വന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ ഒരു സെൻറ്റൻസിൽ ഈ പ്രറ്റേരിട്ടത്തിലുള്ള വേർബ്സ് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. ഒന്നുമില്ല, ഒരു സാധാരണ സെൻറ്റൻസ് യൂസ് ചെയ്യുന്ന പോലെ നമ്മൾ സാധാരണ സെൻറ്റൻസിൽ എന്തൊക്കെ യൂസ് ചെയ്യും? ഒരു സബ്ജക്റ്റ് പ്ലസ് വേർബ് പ്ലസ് ഒബ്ജക്റ്റ്. അത് തന്നെ ഇവിടെയും ഫോളോ ചെയ്യാം. ഇഷ് ലേൺടെ ഡോയഷ്, അതായത് ഒരു സബ്ജക്റ്റ് വന്നു, ഇഷ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിൻ്റെ ഒപ്പം കോൺജുഗേറ്റ് ചെയ്ത് ലേൺടെൻ വേർബ് വന്നപ്പോൾ ലേൺടെ ആയി ഡോയഷ്. ഇഷ് ലേൺടെ ഡോയഷ്, ഐ ലേൺഡ് ജർമ്മൻ. അതുപോലെ എർ സ്പീൽടെ ഫുട്ബോൾ. എർ സ്പീൽടെ ഫുട്ബോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഫുട്ബോൾ കളിച്ചു. പിന്നെ വിയർ ഗിങ്ങൻ ഇൻ സ്കീനോ, നമ്മൾ കീനോയിലേക്ക് പോയി, അതായത് തിയേറ്ററിലേക്ക് പോയി. ഡു വാർട്ടസ്റ്റ് ഓഫ് ദെൻ ബുസ്, നീ ബുസ് അതായത് ബസ് വെയിറ്റ് ചെയ്ത് നിന്നു. അതാണ് ഇതിൻ്റെ അർത്ഥം വന്നത്. അപ്പോൾ ഇത്രയാണ് ഒരു നോർമൽ പ്രറ്റേരിട്ടം വേർബ് ഒരു സെൻറ്റൻസിൽ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മൊഡാൽ വെർബിൻ്റെ പ്രറ്റേരിട്ടവും അതെങ്ങനെ ഒരു സെൻറ്റൻസിൽ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ മൊഡാൽ വേർബ്സ് ഏതൊക്കെയാണ്? ക്യൊന്നൻ, വൊള്ളൻ, മ്യുസൻ, സൊള്ളൻ, ഡ്യൂഫ്റ്റൻ, മ്യോഗൻ, മ്യോഷ്ടൻ. അപ്പോൾ ഈ ക്യൊന്നൻ എന്ന വേർബ്, ക്യാൻ എന്ന് പറയുന്ന വേർബ് പ്രറ്റേരിട്ടത്തിലേക്കായപ്പോൾ കൊണ്ടൻ എന്ന് വന്നു, വൊള്ളൻ വോൾട്ടൻ എന്ന് വന്നു, മ്യുസൻ മുസ്റ്റൻ എന്ന് വന്നു, സൊള്ളൻ സോൾട്ടൻ എന്ന് വന്നു, ഡ്യൂർഫ്റ്റൻ എന്ന് വന്നു. മ്യോഗൻ മ്യോഷ്ടൻ നമ്മൾ കോമൺ ആയിട്ട് പറയുന്നത് രണ്ടിൻ്റെയും മോഷ്ടൻ എന്ന് തന്നെയാണ്. അപ്പോൾ ഇതിലൊക്കെ കോമൺ ആയിട്ട് വന്നിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉംലൗട്ട് ഇവിടെ വന്നിട്ടില്ല, അല്ലേ? ഈ ഉംലൗട്ട് വന്നിട്ടില്ല, പിന്നെ ഒരു എക്സ്ട്രാ ടീയും കൂടി വന്നിട്ടുണ്ട്. അതാണ് മൊഡാൽ വെർബിൻ്റെ പ്രറ്റേരിട്ടം ഫോം. അപ്പോൾ നമ്മൾ മൊഡാൽ വെർബിൻ്റെ പ്രറ്റേരിട്ടം പഠിച്ചു. ഇനി ഈ മൊഡാൽ വെർബിൻ്റെ പ്രറ്റേരിട്ടം എങ്ങനെ ഒരു സെൻറ്റൻസിൽ യൂസ് ചെയ്യാമെന്നാണ് പഠിക്കുന്നത്. അപ്പോൾ
ഈ സെന്റൻസിൽ വരുമ്പോൾ സാധാരണ പോലെ തന്നെ ഒരു മൊഡാൽ വെർബ് സെക്കൻഡ് പൊസിഷനിൽ വരുമ്പോൾ മറ്റേ വെർബ് ലാസ്റ്റിൽ വരും. അതേ റൂള് തന്നെയാണ് ഇവിടെയും ഫോളോ ചെയ്യുന്നത്. സബ്ജക്റ്റ് വന്നു, മൊഡാൽ വെർബ് വന്നു, പിന്നെ വെർബ് ലാസ്റ്റ് വന്നു. ഇവിടെ വരുന്നത് സബ്ജക്റ്റ് വന്നു, പിന്നെ പ്രെറ്റേരിറ്റത്തിന്റെ മൊഡാൽ വെർബ്, അതായത് ഈഷ് കൊണ്ടേന്നായി. പിന്നെ ഗുഡ് ഷ്വിമ്മൻ. ഷ്വിമ്മൻ എന്ന് പറയുന്നത് പ്രെറ്റേരിറ്റും അല്ല, നോർമൽ വെർബാണ്. ആ വെർബ് നമ്മൾ പ്രെറ്റേരിറ്റത്തിലേക്ക് ആക്കിയിട്ടില്ല. അതായത് സിമ്പിൾ പാസ്റ്റ് പറയാൻ ഇങ്ങനെയാണ് നമ്മളൊരു സെന്റൻസിൽ എഴുതാം. ഈഷ് കൊണ്ടേ ഗുഡ് ഷ്വിമ്മൻ, അതായത് എനിക്ക് നന്നായിട്ട് നീന്താൻ കഴിഞ്ഞു എന്നാണ് അർത്ഥം. വിയ മുസ്റ്റൻ ഫ്രൂ ഔസ്റ്റെഹൻ, അതായത് ഇവിടെ മുസ്റ്റൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മസ്റ്റ് എന്നുള്ള അർത്ഥത്തിൽ. അത് പ്രെറ്റേരിറ്റത്തിൽ വന്നു, അത് കഴിഞ്ഞ് ഔസ്റ്റെഹൻ എന്നത് എണീറ്റു എന്നുള്ള വെർബ് ലാസ്റ്റ് വന്നു. ഇത് നോർമൽ ആയിട്ടുള്ള വെർബാണ്, പ്രിട്ടേരിറ്റും അല്ല. അപ്പോൾ വിയ മുസ്റ്റൻ ഫ്രൂ ഔസ്റ്റെഹൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ നേരത്തെ എണീക്കേണ്ടി വന്നു എന്നുള്ളൊരർത്ഥം. പിന്നെ ഡു ഡൂർഫസ്റ്റ് നാ ഹൗസേ ഗേബൻ, അതായത് നീ ഹൗസിലേക്ക് പോകാൻ, അതായത് വീട്ടിലേക്ക് പോകാൻ അനുവാദം, നിനക്ക് വീട്ടിലേക്ക് പോകാൻ അനുവാദം കിട്ടി എന്നാണ് ഈ സെന്റൻസിൽ പറയുന്നത്. അപ്പം എല്ലാവർക്കും പാസ്റ്റ് പറയാൻ എസ്പെഷ്യലി പ്രിട്ടേരിട്ടം എങ്ങനെയാണെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നമ്മളത് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.